ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ബോഗൺവില്ലയിൽ നിറച്ചും പൂക്കളുണ്ടാവുമെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ലേ. പക്ഷെ അത് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഉഗ്ര റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. കുറച്ച് മുന്നേ ചെയ്തു വെച്ച വീഡിയോ ആണ്, എല്ലാവരും കാണണേ. ത്തിൽ വെക്കാവുന്ന ബോഗൺവില്ലയുടെ പരിചരണവും ഞാൻ കൊടുക്കുന്ന വളങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജനുവരി മാസം മുതൽ മഴക്കാലം വരെ നന്നായി പുഷ്പിച്ച് നിൽക്കുന്ന ബോഗൺവില്ല ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? പല വർണ്ണങ്ങളിൽ നിൽക്കുന്ന ഈ ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിലെ അഴക് വർദ്ധിപ്പിക്കുന്നവയാണ്. വലിയ തരത്തിലുള്ള പരിചരണമൊന്നും കൂടാതെ തന്നെ നമുക്ക് ബോഗൺവില്ല വീട്ടിൽ വളർത്താം. നന്നായി വെയിൽ കിട്ടുന്ന ഭാഗം നോക്കി ബോഗൺവില്ല സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിലെ ചെറിയ രീതിയിലുള്ള നന മാത്രം. പൂക്കൾ ഉണങ്ങുമ്പോൾ അവിടെ ചെറുതായി വെട്ടിക്കൊടുക്കുന്നതും നല്ലതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം ചെറുതായി മണ്ണ് ഇളക്കി വളം കൊടുക്കാവുന്നതാണ്. ആട്ടിൻകാട്ടവും മണ്ണവും കൂട്ടിച്ചേർത്ത് ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കാം. 2 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം റീപോട്ടിംഗ് നടത്തുന്നതും നല്ലതാണ്. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ബ്രൂണിങ് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇതിൻ്റെ വളങ്ങൾ ഉണ്ടാക്കുന്നത്. ആദ്യമായി കഞ്ഞിവെള്ളത്തിൽ എന്ത് വളമാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു തണ്ട് കറ്റാർ വാഴയും എടുക്കുക. ഇനി കഞ്ഞിവെള്ളത്തിലേക്ക് കറ്റാർ വാഴ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വെക്കണം. ഒരു ദിവസം കഴിഞ്ഞ് കിട്ടിയ കഞ്ഞിവെള്ളമാണ് ഇത്. കഞ്ഞിവെള്ളം നന്നായി പുളിച്ചിട്ടുണ്ട്. കറ്റാർ വാഴയിലെ പൾപ്പ് മുഴുവൻ കഞ്ഞിവെള്ളത്തിൽ നന്നായി ഞെരടി കൊടുക്കുക. ഇനി ഈ മിശ്രിതം 10 ലിറ്റർ വെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ. അതിനായി ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. എന്തു തന്നെ വളമായാലും ഇരട്ടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. 10 ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് കലക്കിയിരിക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാം. ഈ വളം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത വളം എന്താണെന്ന് നോക്കാം. അടുത്ത വളം എന്തെന്നാൽ കോഴിമുട്ടയിലാണ് ഈ വളം ചെയ്യുന്നത്. കോഴിമുട്ട പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചാരമാണ്. ചാരം കുറച്ച് മാത്രം മതി. ഒരു ചിരട്ടയിലോളം ചാരമാണ് വേണ്ടത്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതും 10 ലിറ്റർ വെള്ളത്തിൽ തന്നെ കലക്കിയെടുക്കേണ്ടതാണ്. ഈ കൂട്ട് നന്നായി കലക്കി വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. മാസത്തിൽ ഒരിക്കലാണ് ഈ വളം ഉപയോഗിക്കേണ്ടത്. ഈ വളങ്ങൾ മാറി മാറി ഉപയോഗിച്ചാൽ ബോഗൺവില്ലയിൽ നന്നായി പൂക്കളുണ്ടാവും. വർഷം കൂടുന്തോറും അഴക് വർദ്ധിച്ചു വരുന്ന ബോഗൺവില്ലയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര തരം ബോഗൺവില്ലകളാണുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ അപ്പോൾ എല്ലാവരുടെ പൂന്തോട്ടത്തിലും ബോഗൺവില്ല നന്നായിട്ട് പൂത്തുലയട്ടെ. ഈ ഫെർട്ടിലൈസർ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.